എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ അങ്ങനവാടി പോവല്ലേ? ആണോ? പഠിക്കാനാണോ പോകുന്നത്? ചേട്ടനെ കാണാനാ? ചുമ്മാതാട്ടാ, പഠിക്കാനൊന്നും അല്ല പോകുന്നത് അല്ലേ? എന്തുവാ, ആധാർ ലിങ്ക് ചെയ്യിപ്പിക്കാൻ പോവാണേ. നമുക്ക് പോയിട്ട് വരാം. പോയിട്ട് വരാം. പോയിട്ട് വരാവേ. എന്നോട് പറ ടാറ്റ. ഒരു പഴയ ഏതോ മാല, ജാമ്പവാന്റെ കാലത്തെ, അതും കൊണ്ട് നടക്കുക. ടാറ്റാ. പോകാം. ഹെൽമെറ്റ് വെക്കട്ടെ. മാല എടുത്താൽ വെളിയിട്ടോ, മാല ഇവിടെ ഇട്ടോ. ടാറ്റാ പറ. ടാറ്റാ. രാവിലത്തെ കാപ്പിയുടിയും കഴിഞ്ഞാൽ കേട്ടോ ഇറങ്ങിയത്. പുട്ടും പഴമായിരുന്നേ. പഴം പിന്നെ അങ്ങ് കാണുമ്പോഴേ അങ്ങ് പിന്നെ പുട്ടാ കേട്ടോ കൂടുതലും. അങ്ങനെ ടാറ്റ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു കുറച്ചുകൂടെ സ്പീഡിൽ ആമിക്കുട്ടി കഴിച്ചു കേട്ടോ. അതേ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ടേ. അടുത്ത് തന്നെയാണേ, ഏറി വന്ന 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ കണ്ടപ്പോഴത്തേക്കിനും ആളിങ്ങനെ കൗതുകത്തോടെ നോക്കുവാണേ. പിന്നെ ദാ ഈ കാണുന്ന ബലൂണയിലായിരുന്നു ഞങ്ങളുടെ കണ്ണ് കേട്ടോ. എന്തുവാണേലും കരഞ്ഞില്ല അതിന് വേണ്ടിയിട്ട്. അംഗനവാടി പോയത് നമുക്കില്ല പൊടി കിട്ടുമല്ലോ, അതിപ്പം നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത് ഫോട്ടോയും ഒക്കെ എടുത്താലേ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞ് ടീച്ചർ വിളിച്ചിരുന്നേ. അങ്ങനെ പോയതാണേ, അത് എടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അത് പെട്ടെന്ന് തന്നെ ആയി കേട്ടോ. 2ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കിനും ആയേ. ഈയിടെ ഞാനൊന്ന് പോയതായിരുന്നു കേട്ടോ, അന്നേരം ആയില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ വെള്ളവും കുടിച്ച് തേണ്ട ഒരു കഷ്ണം ഹൽവ കൊടുത്തതിൻ്റെ തന്ത്രപ്പാടായി നിങ്ങൾ ഈ കാണുന്നതേ. അത് എഴുന്നേറ്റിരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കേൾക്കത്തില്ല. ഇനിയും താന്നാ അവൾ പറയുന്നതേ. അപ്പം ഞാൻ പറഞ്ഞ് വായിക്കാത്തതുകൊണ്ട് ആ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് തരാമെന്ന് ഞാനും പറഞ്ഞേ. ഈ കരച്ചിൽ എന്തിനായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവോ? എന്തിനായിരിക്കും? കഞ്ഞി കുടിക്കാൻ. ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞിയായിരുന്നു കേട്ടോ. കഞ്ഞിയും വൻപയറും മത്തങ്ങയും കൂടെ ഉള്ള കൂട്ടുകറിയായിരുന്നു. ആ മത്തങ്ങ തീരുന്നത് വരെ ഈ കൂട്ടുകറി ഇവിടെ കാണും കേട്ടോ. അജിയമ്മയ്ക്ക് പനിയാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും കഞ്ഞിയാക്കിയതേ. ചൂട് കഞ്ഞിയായിരുന്നു കേട്ടോ. അങ്ങനെ ആളിനെ കയറ്റിക്കൊടുത്തി ഉറക്കി കഴിഞ്ഞതിന് ശേഷം വേണ്ട ആയിഷപ്പ കൊണ്ടുവന്ന സർപ്രൈസാണ് ഇത്. അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾ ഒത്തിരി ഹാപ്പി ആയിട്ടോ. ആൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം കിട്ടുമെന്ന്. അങ്ങനെ ഈ ഒരു കളിയിലിടയിൽ വൈകിട്ടത്തെ ആഹാരം ഞാൻ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർത്തേ. പാലും കൊടുത്ത് ആഹാരവും കൊടുത്തു കേട്ടോ. അങ്ങനെ ആമിക്കുഞ്ഞുമായിട്ട് കളിക്കുന്നതിൻ്റെ കൂട്ടത്തിലാട്ടോ നമ്മുടെ ആൾ വന്നത്. കുറച്ച് ദിവസമായി കേട്ടോ ആൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ഞാൻ ഓർത്ത് ആ കൈപ്പത്തിക്ക് മിക്കവാറും അടി നടക്കുമെന്ന്. പക്ഷേ അടിയൊന്നും നടന്നില്ല കേട്ടോ. ആൾ കൊടുക്കുകയും 2 പേരും കൂടെ കളിക്കുകയൊക്കെ ചെയ്തേ. അത് കഴിഞ്ഞാൽ അത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുള്ള തുള്ളലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ അമ്പാടിക്കുട്ടനും കാണേണ്ട കേട്ടോ. 3-4 ദിവസം പോകാഞ്ഞത് കൊണ്ട് കുറച്ച് നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു, അതുമെല്ലാം എഴുതി തീർക്കുക കേട്ടോ. അതുകൂടാതെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നേ. വിദ്യുക്കുട്ടന് പിന്നെ അമ്പാടിച്ചേട്ടനോടാണല്ലോ കൂടുതലും. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ അമ്പാടിച്ചേട്ടനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ, അമ്പാടിച്ചേട്ടൻ എഴുതി കഴിഞ്ഞോന്നേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പാടിച്ചേട്ടനെ പഠിക്കുമ്പോഴത്തേക്കിനും പൊന്നാരി പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അന്നേരം പിന്നെ ആമിയെങ്കിൽ ആമിയെന്നും പറഞ്ഞുള്ള തുള്ളലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പുറത്തെ റൂമിൽ ഇത്രയെല്ലാം ബഹളം നടക്കുമ്പോഴും നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പൊട്രാക്ടർ ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാദ്യം ചെയ്ത് ശരിയായില്ല, ഇപ്പോൾ 2ാമത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുവാണേ. അതുകൂടാതെ ലഹരി വിരുദ്ധത്തെ പറ്റി ഒരു പോസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ രാശിയപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തേ. ബാക്കിയുള്ള കാര്യം പുള്ളിക്കാരൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഒരുപാട് വർക്കുള്ളപ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങൾക്ക് പാടല്ലേ, അന്നേരത്തേക്ക് ഞങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ സമയം നമ്മുടെ വിദ്യുക്കുട്ടൻ പോയി കേട്ടോ. അപ്പോഴത്തേക്കിനും ആ പൊട്രാക്ടർ ഉണ്ടാക്കുന്ന സമയത്ത് വിദ്യുക്കുട്ടൻ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്പാടിക്കുട്ടന് വലിയ ശല്യപ്പാടൊന്നും ആമിക്കുഞ്ഞ് ചെയ്തില്ല കേട്ടോ. ഈ സമയത്ത് ഈ പോസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ആമിക്കുട്ടി ആകെ ശല്യപ്പാടായിരുന്നേ. അങ്ങനെ അമ്പാടിക്കുട്ടൻ ഏകദേശം ആക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ ആളെല്ലാം ചെയ്തിട്ടുണ്ടേ. ഇതാണ്ട് ഈ കാണുന്നത് പോലത്തെ പിക്ചറാണ് കേട്ടോ നമ്മൾ വരച്ചെടുത്തത്. വലിയ കുഴപ്പമില്ലാതെ ആൾ ചെയ്തിട്ടുമുണ്ടേ. അങ്ങനെ പിന്നെ ആഹാരം കഴിച്ച് റൂമിൽ കയറി കേട്ടോ. ഇന്നും അമ്പാടിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ, അജിയമ്മയ്ക്ക് പനിയായതുകൊണ്ട് അമ്പാടിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു ചടങ്ങാണ് കേട്ടോ. അമ്പാടിക്കുട്ടന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആമിക്കുഞ്ഞ് ഉറങ്ങിയത്. അത്രയ്ക്കും ഉണ്ടായിരുന്നു കളിയെ.
അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആൾ സോക്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ ആൾ ഓർക്കുന്നത് സ്വെറ്റർ ഇട്ടില്ലെന്നേ. ഇന്നലെ ആണെങ്കിൽ ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പേരിലായി കരച്ചില്ല. അപ്പോഴത്തേക്കിനും ഞാൻ ഓർത്ത് ചൂട് സമയമാകുമ്പോഴത്തേക്കിനും ഇവക്കാണെങ്കിൽ ഈ സ്വെറ്റർ പോലത്തെ കട്ടിയുള്ള വസ്ത്രമൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഈ കുരുവാൻ നമ്മുടെ ദേഹം പൊങ്ങുവേ. അല്ലെങ്കിൽ ഈ തണുപ്പ് സമയമാണെങ്കിൽ അവൾക്കാണെങ്കിൽ തീരെ പറ്റത്തുമില്ല. അപ്പോൾ സ്വെറ്റർ ഇടുകയും ചെയ്യണേ. അപ്പോൾ അത് എടുക്കാത്തതിൻ്റെ കരച്ചിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പിന്നെ അവിടെ മുന്നേ ഞങ്ങൾ തോറ്റു കൊടുത്തു കേട്ടോ. ലാസ്റ്റ് പിന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവൾ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനത് ഊരി മാറ്റുമായിരുന്നേ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നാളെ കാണാവേ. ടാറ്റാ.